കൊച്ചിയിലേക്കാണ്. കോറോ ഹെൽത്തിൽ ഇന്നും ജീവനക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. ജീവനക്കാരെ ഡിവൈഎഫ്ഐ നേതാക്കളെത്തി ഇപ്പോൾ ഓഫീസിനകത്തേക്ക് കടത്തിവിടുകയാണ്. ലേബർ കമ്മീഷണർ മാനേജ്മെന്റുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഓഫീസുകൾ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ പ്രവർത്തിക്കണോ വേണ്ടയോ ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ കുറച്ച് ആളുകൾക്കുള്ളിൽ ഇരുന്ന് ഇവരെല്ലാം പുറത്താക്കിയിട്ട് ഓഫീസ് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണെങ്കിൽ അതിന്റേതായ മര്യാദ പാലിക്കണം. തൊഴിലാളികളോട് അനുകൂലമായ സമീപനം സ്വീകരിക്കണം. പിരിച്ചുവിടുന്നതിന് മുന്നേ മര്യാദയുടെ നിലയിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം. ഇത് ഒരു നോട്ടീസും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ച് വിട്ട് റോഡിൽ നിന്നോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഒരു ശക്തമായ ഈ സമരത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ഇവർ നടത്തുന്ന ഈ പ്രതിഷേധത്തിന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ ഡിവൈഎഫ്ഐ കൊടുക്കും. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളും സിപിഎം നേതാക്കളും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ജീവനക്കാരെ ഈ ഓഫീസിനകത്തേക്ക് കയറ്റിവിടുകയാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ചർച്ച പുരോഗമിച്ചു വരികയാണോ? പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ജീവനക്കാർ ഇതിൽ 200-ലധികം വരുന്ന ജീവനക്കാർ രാവിലെ അവർ 7 മണിക്ക് തന്നെ ജോലിക്ക് എത്തിയാണ്, 8 മണിയോട് ജോലിക്ക് എത്തിയാണ്. അവരെ ഇതുവരെയും അവർ പുറത്തായിരുന്നു, അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും മറ്റും നേതാക്കളെത്തി ഇവിടെ ഈ ജീവനക്കാരായി, അതായത് കൂടുതലും ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ ഇപ്പോൾ ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, കാരണം അതിനുള്ള അസസ്സൊക്കെ ഒരു കമ്പനി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇവരുടെ പ്രാഥമിക ഇവരെ പെൺകുട്ടികളാണ്. ഇവർ മണിക്കൂറോളം പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ നേതാക്കളടക്കം വസീഫും വി കെ സനോജ് അടക്കമുള്ള ആളുകൾ, സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരെല്ലാം എത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ജീവനക്കാരായ പെൺകുട്ടികളടക്കം ഈ ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ബാത്റൂം യൂസ് ചെയ്തതിനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്, ഇതിൽ ഇന്നിപ്പോൾ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ എത്തിയിരുന്നു. IUDCയുടെ ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി എത്തിയിരുന്നു. അതുകൂടാതെ AITUCയുടെ ജില്ലാ നേതാവ് എത്തിയിരുന്നു. അങ്ങനെ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇവിടെ എത്തുകയും ഇവർക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണ നൽകി ഈ ഒരു പ്രശ്നത്തിൽ കൃത്യമായി ഇവരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. ഇതിൽ ഏതെങ്കിലും ഓഫീസർമാരുടെ ഒരു ലേബർ കമ്മീഷണർ മാത്രം നേതൃത്വത്തിൽ ചർച്ച നടന്നാൽ പോരാൽ കൃത്യമായ മന്ത്രിമാർ ഇടപെടണം, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണം. അങ്ങനെ മന്ത്രിതലത്തിൽ ചർച്ച നടത്തണം എന്നുള്ള കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലും ഓഫീസർമാർ മാത്രം ചർച്ച നടത്തി തീരുന്ന പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവരെല്ലാം തന്നെയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ ഇവിടെ IUDCയും CITയും DYFIയും കൂടാതെ AITC അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഒരു സമരത്തെ കേരളത്തിലെ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളും തൊഴിലാളി സംഘടനകളും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഈ ഇവിടെ പുറത്തുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരെയും പെൺകുട്ടികളടക്കമുള്ള എല്ലാ നിലയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ നമുക്കറിയാം കമ്പനിയുടെ പ്രതിനിധിയായി ഒരു ലീഗൽ അഡ്വൈസർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ല, ഇതിൽ കൃത്യമായി ഈ ജീവനക്കാരെ തിരികെ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നമുക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഇതിനു മുൻപ് കഴിഞ്ഞ ജനുവരിയിലും 25-ലധികം ജീവനക്കാരെ ഇവർ പിരിച്ചുവിട്ടിരുന്നു. ഇത് ആദ്യ സംഭവമല്ല ഈ കൂട്ട പിരിച്ചുവിടൽ എന്നുള്ളതാണ്. ആ ജീവനക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് യാതൊരു കാരണവും കൂടാതെ പെട്ടെന്ന് ഇതുപോലെ പിരിച്ചുവിടുകയായിരുന്നു. അവർ ഇപ്പോഴും ജോലി ലഭിക്കാതെ പുറത്ത് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ ഈ ഒരു കൂട്ട പിരിച്ചുവിടൽ ഈ ഒരു കോറോ ഹെൽത്ത് കമ്പനിയിൽ ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതലധികം ഒരു 800-ലധികം ആളുകൾ ഒരുമിച്ച് പിരിച്ചുവിട്ടപ്പോഴാണ് ഇവർ സംഘടിതമായി പ്രതികരിക്കുകയും ഇത് ലോകം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇത് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധവുമായി ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം തന്നെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കൃത്യമായ തീരുമാനം സംസ്ഥാന സർക്കാർ നേരിട്ടിടപെടണം. മന്ത്രിതലത്തിലൊരു ചർച്ച വേണം. അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന ആ ഒരു രീതിക്കല്ലാതെ മറ്റൊരു എന്തെങ്കിലും ആനുകൂല്യമോ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തങ്ങളെ പിരിച്ചുവിടാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനത്തിലാണ് ജീവനക്കാരും ഉള്ളത്. ദിവ്യ. കൊച്ചിയിൽ നിന്ന് സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലേബർ കമ്മീഷണറുമായുള്ള ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് രാവിലെ എത്തിയ ജീവനക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ ഓഫീസിന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM നേതാക്കളും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഓഫീസിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നതാണ് വസ്തുത.